രാജശേഖരൻ സാറേ, നമ്മുടെ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ചില ആളുകൾക്ക് മോദിയോടുള്ള ഭയം അല്പം വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ പാക് ഭീകരർ മുതൽ ഇങ്ങ് കേരളത്തിലുള്ള പിണറായി വിജയൻ വരെ ഉണ്ടെന്നാണ് പാണന്മാർ പാടി നടക്കുന്നത്. ഈ വാദത്തോട് സാറ് യോജിക്കുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പിണറായി വിജയനും പാക് ഭീകരന്മാരെയൊക്കെ തുല്യരാണെന്ന് പറയാൻ പ്രയാസമുണ്ട്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ. അത് എല്ലാ കാര്യങ്ങളും തുല്യരല്ലെങ്കിലും ഭയത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തുല്യർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് കാരണമുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പാക് ഭീകരരുടെ കാര്യം നമുക്കറിയാം. 1947 തന്നെ അവിടെ ഭീകരപ്രവർത്തനം ആരംഭിച്ചതാണ്. കാരണം പാകിസ്ഥാനിൽ നിന്ന് ആദ്യം ഇങ്ങോട്ട് ആക്രമണത്തിന് പറഞ്ഞു വിടുന്നത് അവിടുത്തെ റെഗുലർ പട്ടാളത്തെ അല്ല. ഇപ്പം നമ്മുടെ മന്ത്രി ജയശങ്കർ പ്രത്യേകം അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിട്ടുണ്ട്. അവരന്ന് അവിടുന്ന് ഈ ട്രൈബൽസിനെ ഒരു വിഭാഗത്തിനെ ഇങ്ങനെ ഇവിടെ വന്ന് എന്തും കാണിക്കാൻ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അവരവിടെ വന്ന് കന്യാസ്ത്രീകളെ വരെ ആക്രമിച്ചിട്ടുണ്ട് ആ കാലത്ത്. ആ ഭീകരപ്രവർത്തനം തൊട്ട് തുടങ്ങിയത് അവർ. പിന്നെ ബംഗ്ലാദേശ് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക്, അതായത് 66 ഈ പാക് യുദ്ധം, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് ബാബു ജഗജീവൻ റാം പ്രതിരോധ മന്ത്രിയായിട്ടിരുന്നു. ഞാൻ ഇന്ദിരാഗാന്ധിയുടെ പേരൊക്കെ കരുതി പറയാനൊക്കെ പ്രധാന ഉദ്ദേശം, അതിൻ്റെ ഉത്തരവാദിത്വം, വിജയത്തിൻ്റെ നേട്ടം പ്രതിരോധ മന്ത്രിക്കും ജനറൽ മനക്ഷായ്ക്കുമാണെന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. പ്രതിരോധ മന്ത്രി ജഗജീവൻ റാം. ഇവരൊക്കെ ഇരുന്ന കാലത്ത് കൊടുത്ത പണിയോടുകൂടി അവർക്ക് മനസ്സിലായി ഭാരതത്തോട് നേർക്ക് പൊരുതി ജയിക്കാനാവില്ല. അപ്പോൾ അവർ ഈ പറയുന്ന തീവ്രവാദികളെ അകത്തോട്ട് കടത്തിവിട്ടുള്ള പണി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇവിടുന്ന് അതിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ ഒരു നിലപാട്, കൃത്യമായ നിലപാട് ആരും സ്വീകരിച്ചില്ല എന്ന് തന്നെ പറയാം. മാറി മാറി വന്ന സർക്കാരുകളൊന്നും തന്നെ, അതിപ്പം വി പി സിംഗിൻ്റെ സർക്കാരാണെങ്കിലും ദേവഗൗഡയാണെങ്കിലും ഐഷ്യ ഗുജറാളാണെങ്കിലും നരസിംഹറാവു ആണെങ്കിലും ഒരു പരിധി വരെ വാജ്പേയി സർക്കാർ പോലും പരിമിതി ഉണ്ടായിരുന്നു. അന്ന് വിമാനം തട്ടിക്കൊണ്ട് പോയാലും മറ്റേ IC-834 അറിയാമല്ലോ, ഇതിനൊന്നും വേണ്ട തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ വന്നപ്പോഴത്തേക്ക് അവർ ശരിക്കും ഇവരെ അതിഥികളായിട്ട് സ്വീകരിച്ച് മാന്യന്മാരായി പരിഗണിക്കുന്ന ഘട്ടം വരെ എത്തി. മൻമോഹൻ സിംഗിനോടൊപ്പം തീവ്രവാദികളുടെ ആളുകൾ നിൽക്കുന്ന പടമൊക്കെ നമുക്കിപ്പോൾ കാണാം. പക്ഷേ തല വെട്ടിക്കൊണ്ട് പോയവൻ്റെ കേസിൽ പോലും പ്രതിരോധ മന്ത്രി AK ആന്റണി പോലും അത് പാകിസ്ഥാന്റെ പ്രവൃത്തിയാണെന്ന് പറയുന്നതിന് മടിച്ചു വന്നു. അതിന് ശരിക്കും പ്രതികാരം കൊടുത്തത് എങ്ങനെയാണ്? നരേന്ദ്രമോദി വന്ന ശേഷം there was no question of looking back. തിരിഞ്ഞു നോക്കുന്ന രീതിയില്ല. എങ്ങനെയാണോ ഇങ്ങോട്ട് വരുന്നത് അതിനപ്പുറം തിരിച്ചു കൊടുക്കുന്ന ശൈലിയായി. ബോംബെ ആക്രമണത്തിനെ പോലല്ല ഇവിടെ പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ തിരിച്ചടി കൊടുത്തു. സർജിക്കൽ സ്ട്രൈക്ക് കൃത്യമായിട്ട് കൊടുത്തു. ഇത് കൊടുത്തെടുത്ത് അവസാനിച്ചിട്ടില്ല. ഇന്നിപ്പോൾ പറയുന്നത് പാകിസ്ഥാനിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ള രാജ്യവിരുദ്ധ ശക്തികളെ ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്തിട്ട് എവിടെയെങ്കിലും ഒളിച്ചു പോയി കഴിഞ്ഞിട്ട് ഭാരതത്തിൽ ചെയ്ത ഭീകര പ്രവർത്തനങ്ങൾ, ഇവിടെ ചെയ്ത നാശം വിതച്ച ശേഷം ഇവിടുന്ന് പുറത്തുപോയി അവരുടെ ഭദ്രമായ ഒളിയിടങ്ങളിൽ സുരക്ഷിതരാണെന്ന് കരുതുന്നവരെ പലതരത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു എന്ന് വന്നപ്പം അത് കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്നൊന്നും ഇതുവരെ ആരും സർക്കാരൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും അങ്ങനെ സംഭവിക്കുന്നത് അജ്ഞാതം ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഭീകരവാദികളുടെ എല്ലാം മനസ്സിൽ തീയാണ്. പിണറായിക്ക് പറ്റിയത് അതല്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് ക്രിമിനൽ രാഷ്ട്രീയത്തിൻ്റെയും അഴിമതി രാഷ്ട്രീയത്തിൻ്റെയും വക്താവാണ്. വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതിയായിരുന്നു. സർക്കാരിലുള്ള സ്വാധീനമൊക്കെ വെച്ച് അന്ന് രക്ഷപ്പെട്ടു പോയതാണ്. നമ്മുടെ നിയമം പറയുന്നത് അങ്ങനെയാണല്ലോ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്ന രീതിയുള്ളത് കൊണ്ട് എന്തെങ്കിലും ചെറിയ കാരണമുണ്ടെങ്കിൽ പോലും രക്ഷപ്പെട്ടു പോകും. സഹായിക്കാൻ സംസ്ഥാന സർക്കാരുണ്ടായിരുന്നു, ഇടതാണെങ്കിലും വലതാണെങ്കിലും. അങ്ങനെ പിണറായി രക്ഷപ്പെട്ടതാണ്. ആ കേസിൽ പ്രതിയായിരുന്നു, 1ാമത്തെ പ്രതിയായിരുന്നു എൻ്റെ ഓർമ്മ. അതേ പിണറായി വിജയൻ പിന്നീട് മന്ത്രി അധികാര ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പം അഴിമതിയുടെ ആൾരൂപമായിട്ട് മാറി. ലാവ്ലിൻ കേസ്, അതിനുശേഷം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, പിന്നെ മകള എക്സാലോജിക്ക് പോലുള്ള കാര്യങ്ങളിൽ ഇടപെടൽ, ഇപ്പോൾ തന്നെ കരിമണൽ വിഷയം. ഇങ്ങനെ വന്നു കഴിയുമ്പം പിണറായി വേറൊരു കാര്യം ചെയ്തു. അവിടെ
കോൺഗ്രസോ മറ്റ് രാഷ്ട്രീയ കോൺഗ്രസ് അഴിമതിക്ക് മോശമൊന്നുമല്ല, മോശമില്ലെന്നല്ല. ഉസ്താദുമാരാണ് ഈ ആ കാര്യം. അതിലൊരു കാര്യം തന്നെ, കോൺഗ്രസിൻ്റെ അഴിമതി എന്ന് പറയുന്നത് നമ്മൾ ഈ ചീട്ട് കളിക്കുമ്പോൾ ഒരു സംഗതിയുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ തനിപ്പിടി എന്ന് പറയും. 5 പേര് കളിക്കുകയാണെങ്കിൽ ഓരോരുത്തരും പിടിക്കുന്ന അവനവൻ്റെ പോയിന്റ് അവനവനാണ്. ഓക്കെ. വേറെ ഒന്നും ടീം ഗെയിമാണ്, 2 പേര് അപ്പുറത്തും 2 പേര് ഇപ്പുറത്തും. കോൺഗ്രസിനകത്തേത് തനിപ്പിടിയാണ്. കിട്ടുന്നവർ അവന് കിട്ടുന്നത് കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും, അത് തിരിച്ചു കൊണ്ടുപോകുന്നില്ലെന്നും വരും. ഇപ്പം കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഉണ്ടാക്കി ഒളിപ്പിച്ചു വെച്ച പണം തിരിച്ച് കളത്തിലിറക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ പൈസ ഇല്ലെന്ന് പറഞ്ഞ് ഇവർ കരയേണ്ടി വരുന്നത്. കോൺഗ്രസ്സുകാരൻ്റെ അഴിമതി ഉണ്ടാക്കിയ പണമൊന്നും മുഴുവൻ എങ്ങും ചിലവായി പോയിട്ടൊന്നുമില്ല. ഓരോരുത്തരുടെയും പോക്കറ്റുകളിലുണ്ട്, കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും. അത് അവരുടെ എങ്ങനെയാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ രീതി ചെയ്തു. അവർ അഴിമതിയെ വ്യവസ്ഥ ആക്കി, വ്യവസ്ഥാപൂർണമായ അഴിമതി. NGO യൂണിൽപ്പെട്ട പഞ്ചായത്ത് ക്ലർക്കിന് ഇത്ര രൂപ വാങ്ങിക്കാം, ഇന്ന അവൻ്റെ ഓപ്പറേഷണൽ ഏരിയ ക്ലിപ്റ്റ് ചെയ്തു. ഈവൻ നാട്ടിലെ വാടാവാട തൊഴിലാളി യൂണിയനുണ്ടല്ലോ, അവർക്ക് പോലും ചില പിടിച്ചുപറികളാകാം. DYFI SFIയുടെയൊക്കെ ഇപ്പോൾ ഒരു ബക്കറ്റും കൊണ്ട് നടന്നിട്ട് ഗുണ്ടാപ്പിരി നടത്താം. എന്നാൽ കൂടിയ ലെവലിലേക്ക് പോകുമ്പോൾ വലിയ ആബ്കാരി കോൺട്രാക്ടർമാരും മധ്യ വ്യവസായികളും സ്വർണ്ണക്കടത്തുകാരുടെ ഇടപെടുമ്പോഴത്തേക്ക് അത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആ ലെവൽ അനുസരിച്ചിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പാർട്ടിക്ക് ലഭ്യ കൊടുത്താൽ മതി. പാർട്ടിക്ക് ലഭ്യ കൊടുത്താൽ മതി, പാർട്ടിക്ക് ലഭ്യ കൊടുക്കണം. അതാ വ്യവസ്ഥ. അല്ല, കോൺഗ്രസിന് ആ രീതിയില്ല. ഇതാ കോൺഗ്രസിന്റെ വ്യത്യാസം. അപ്പോൾ ആ രീതി പണം കൃത്യമായിട്ടും അഴിമതിയെ ഒരു വ്യവസ്ഥയുടെ, രാഷ്ട്രീയ പാർട്ടിയുടെ വ്യവസ്ഥയുടെ ഭാഗമാക്കി മാറ്റിയതാണ് പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന അടിസ്ഥാനപരമായ മാറ്റം. ആ ഒരു രാഷ്ട്രീയത്തിന് വലിയൊരു തടയടലാകും മോദിയുടെ ചില നീക്കങ്ങൾ എന്നാണ് മനസ്സിലാവുന്നത്. കൃത്യമായിട്ട് മോദി ആദ്യം ചെയ്തതന്നെ എന്താ ശ്രദ്ധിച്ചോ? ഡിമോണിറ്റൈസേഷൻ. ഇവരെല്ലാം ഇതിനെ കുറ്റം പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഡിമോണിറ്റൈസേഷൻ്റെ കാലത്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശരത്തിന് എക്സാമ്പിൾ ഞാൻ പറയാം. ശരത്തിന് അഴിമതി കൂടിയോ കൈക്കൂലി കൂടി കിട്ടി 1 കോടി രൂപ കയ്യിലുണ്ടെന്ന് കരുതുക. ആ കാലത്ത് ഈ KYC നോ യുവർ കസ്റ്റമർ സംവിധാനം വരുന്നതിന് മുമ്പ് ആ കാലം സഹകരണമായി കൊണ്ടുവന്ന് അവർ പറയും ഇവിടെ കാശിടാം, നല്ല ഇൻട്രസ്റ്റ് തരും, വേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വേറൊരു പേര് ജോസഫ് ജോർജ്, ആ പേരിലാണ് ഈ പൈസ ഇടുന്നത്. അവിടെ പൈസ തിരിച്ച് കൊണ്ടിലും വീരസിനോട് തരികയും ചെയ്യും. റെസീറ്റ് കൊടുത്താൽ സറണ്ടർ ചെയ്താൽ തിരിച്ചും തരും. കംപ്ലീറ്റ്ലി കള്ളപ്പണം ഇടുന്നതിനൊരു ഡിപ്പോസിറ്ററി ആയിട്ട് ഇത് മാറി. സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരന് പ്രയോജനപ്പെടേണ്ട സ്ഥാപനങ്ങളായതിനെ അഴിമതിയുടെ പണം സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഇടങ്ങളാക്കി ഇവർ മാറ്റി. അതാണ് ഡിമോണിറ്റൈസേഷൻ വന്നപ്പോണ്ടായ പ്രശ്നം. ഡിമോണിറ്റൈസേഷൻ ഇങ്ങനെയുള്ള പണമെല്ലാം പുറത്തു കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാക്കി. അത് വ്യക്തികളെക്കാളും പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയാണ്. വ്യക്തികൾക്ക് പല വഴികളുണ്ടായിരുന്നായിരിക്കും. പ്രസ്ഥാനങ്ങൾക്കകത്ത് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന പറ്റിക്കുന്ന കാര്യങ്ങളും വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ വിശദീകരിക്കുന്നില്ല. ഈ സമയത്താണ് സ്വർണ്ണക്കള്ളക്കടത്താണ് ഈ പണം ഹവാല വഴി മറ്റും പുറത്തു കൊണ്ടുപോവുക, സ്വർണം ഇങ്ങോട്ട് കള്ളക്കടത്തായിട്ട് കൊണ്ടുവരിക. അപ്പം മറ്റ് കറൻസി അല്ലല്ലോ, സ്വർണമായതുകൊണ്ട് ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. സ്വർണ്ണക്കള്ളക്കടത്തിന് പണ്ട് തൊട്ട് തന്നെ ബോംബെ പോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കേരളം. കേരളത്തിൽ ആ കള്ളക്കടത്തുകാർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ലോക്കൽ സഹായം സർക്കാർ സംവിധാനം കൊണ്ടും അല്ലാതെയും കിട്ടുന്ന അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഈ കള്ളക്കടത്തുകാരെ അങ്ങോട്ട് സഹായിക്കും, കള്ളക്കടത്തുകാർ ഇങ്ങോട്ട് സഹായിക്കുന്ന അവസ്ഥ വന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കള്ളക്കടത്തിന് ബന്ധപ്പെട്ടതിൻ്റെ പ്രധാന ഘടകം. പിന്നെ അവിടെ വേറൊരു കാര്യം കൂടി വന്നു, അതും കൂടെ ശ്രദ്ധിക്കുക. കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുധാകരനാണ് ഇതിനെക്കുറിച്ച് K. സുരേന്ദ്രനാണ് ഈ വിഷയം പ്രധാനമായും ടേക്കപ്പ് ചെയ്തത്. സുരേന്ദ്രൻ ടേക്കപ്പ് ചെയ്ത് തൊട്ടുപുറയിൽ അന്ന് KPCC പ്രസിഡന്റായിരുന്നു തോന്നുന്നു രമേശ് ചെന്നിത്തല ഈ വിഷയം പൊക്കി. അല്ല, പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല ഈ വിഷയം പൊക്കിയതിനെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോണിയാഗാന്ധി ഒരിക്കലും അഭിപ്രായം പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇദ്ദേഹം രാഹുൽ ഗാന്ധി ഒരിക്കലും പറഞ്ഞിട്ടില്ല.
KC വേണുഗോപാൽ പോലും ഒരു ഘട്ടത്തിലും ഇവരെ വിമർശിച്ചിട്ടില്ല. തന്നെയല്ല, ദേശീയ നേതാക്കളെല്ലാം ഒന്നിൽ നിശബ്ദത പാലിച്ചു. തന്നെയല്ല, താമസിക്കാതെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം കിട്ടേണ്ടതാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ രമേശാണ് വരേണ്ടത്, മുഖ്യമന്ത്രി നടത്തിയിട്ട് പടലിൽ കുടിച്ച് പുറത്താക്കി. കാരണം മറ്റേ സൈഡിലും സ്വർണ്ണക്കള്ളത്തുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ മുസ്ലിം ലീഗിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെയുണ്ട്. അപ്പം അവരുടെ വരും. പിന്നെ വേറൊന്ന്, കോൺഗ്രസിനും ഡിമോണിറ്റൈസേഷനുക്കുള്ള പണം കുറവ് വന്നപ്പം അവർക്കും പണം സമ്പാദിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് ഈ പാകിസ്ഥാനും ചൈനയ്ക്കുള്ളൊക്കെ വരുന്ന ദുബൈയൊക്കെ വഴി വരുന്ന സമ്പത്ത്, കറൻസി പറ്റില്ലാതെ വന്നു ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞപ്പം. അപ്പോൾ അതിനെ സ്വർണത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവരുന്നതിനുള്ളൊരു ട്രാക്ക് ഉണ്ടാക്കി. അപ്പം അതാണ് അതിൻ്റെ വിഷയം. പിന്നെ ഏതായാലും മകള് വിദ്യാഭ്യാസം ചെയ്തു എന്ന് പറയുന്നു. അതിനുശേഷം ആർക്കും ഇല്ലാത്ത തരത്തിൽ രവിപിള്ള മറ്റു സ്ഥാപനത്തിൽ മറ്റ് യാതൊരു പ്രൊഫഷണലിനും കിട്ടാത്ത പരിഗണനയിൽ ഉന്നത ലെവലിലേക്ക് കയറിപ്പോകുന്ന വൈസ് പ്രസിഡൻ്റൊക്കെ ആവുന്നു. അതിനുശേഷം കേരളം കണ്ട ഏറ്റവും വലിയ നമുക്കറിയാമല്ലോ, ഭാര്യയുടെ പെൻഷൻ, പിണറായിയുടെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയിട്ട് 1 വെച്ച് 10 കിട്ടുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് വലിയ എഫക്റ്റ് ഉണ്ടാക്കിയെടുത്തല്ലേ പറയുന്നു. അപ്പം ഇങ്ങനെ വന്നപ്പം സ്വാഭാവികമായും മടിയിൽ കനം ഉണ്ട്. അത് പ്രധാനമന്ത്രിക്കും തിരിച്ചറിയാമെന്ന് തോന്നുന്നു. സാധാരണ പ്രധാനമന്ത്രി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്തുമ്പോൾ പിണറായിയെ ഇത്രയധികം കടന്നാക്രമിച്ച് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. പിണറായിയെ മകളെ അടക്കം ആക്രമിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും നടത്തിയ പ്രചാരണ പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചത്. കരുവന്നൂരിലെ നിക്ഷേപകരുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഓരോ രൂപയും തിരിച്ചു കൊടുക്കുമെന്നും ആലത്തൂരിലെ സ്ഥാനാർത്ഥി TN സരസു പ്രൊഫസറിന് താൻ ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു അദ്ദേഹം പൊതുപരിപാടിയിൽ. അതിനകത്ത് ഒരു കാര്യമുണ്ട്, 2 അഴിമതിയുടെ എഫക്റ്റ് രണ്ടുണ്ട്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി ഭാരതത്തിൽ നഷ്ടപ്പെട്ടു. ഭാരതത്തിൽ നഷ്ടപ്പെട്ടെങ്കിൽ അവർക്ക് എണ്ണവുമില്ല, ലോകസഭയിൽ എണ്ണമില്ല, രാജ്യസഭയിൽ എണ്ണമില്ല, നിയമസഭകളിൽ എണ്ണമില്ല, സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമേ ഉള്ളൂ. നേരെ കുറിച്ച് കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് താരതമ്യം ചെയ്യുമ്പം കോൺഗ്രസിനേക്കാൾ പ്രഹരശേഷി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ പ്രഹരശേഷി കോൺഗ്രസിനാണ് കൂടുതലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രണതന്ത്രത്തിൽ ആദ്യം കോൺഗ്രസിനെ തന്നെയാണ്. പക്ഷെ ഇപ്പം അത് അളക്കുമ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കോൺഗ്രസിനെ കൊണ്ട് ഉണ്ടാകുന്ന ശല്യങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളി എങ്ങനെ എടുത്തോളൂ, അതിനേക്കാൾ എത്രയോ കൂടുതൽ കാഠിന്യമുള്ളതാണ് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരും മൂലം കേരളത്തിലെ സാധാരണ ജനങ്ങൾ, അർദ്ധപട്ടിണിക്കാർ, മുഴുപട്ടിണിക്കാർ, ഇല്ലാത്ത സമ്പാദ്യം കൊണ്ട് നീ ബാങ്കുകളിൽ ഇട്ടവർ ഇവരനുഭവിക്കുന്ന ബോധ്യമായപ്പം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ കണ്ണീരിൻ്റെ വില അറിയാവുന്ന, വിശപ്പിൻ്റെ വില അറിയാവുന്ന നരേന്ദ്രമോദിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. മോദിക്ക് സഹിക്കാൻ പറ്റില്ല. മോദി ഒരിക്കലും അഴിമതിക്കാരെ അംഗീകരിക്കുകയോ സഹിക്കുകയോ ചെയ്യുന്ന രീതി, ശൈലിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. സാറും ഒരു അന്വേഷണ ഏജൻസിയുടെ ഭാഗമായിരുന്ന ആളാണ്. പ്രധാനമന്ത്രി ഈ പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യം, ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ 17,000-ഓളം കോടി രൂപ ഇന്ന് തട്ടിപ്പുമായിട്ട് പിടിക്കപ്പെട്ടത് തിരിച്ച് യഥാർത്ഥ അവകാശത്തിലേക്ക് എത്തിക്കാൻ തന്നെ കൊണ്ട് ഈ സർക്കാരിലൂടെ സാധിച്ചിട്ടുണ്ടെന്നാണ്. കരുവന്നൂരിലെ ജനങ്ങൾക്കും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അവരുടെ ഓരോ നഷ്ടമായ തുക, കല്യാണം മുടങ്ങിയതിന് കാരണം വിലപിച്ച മാതാപിതാക്കളുടെ അടക്കമുള്ള ഓരോ തുകയും തിരിച്ച് അവരിലേക്ക് തന്നെ എത്തുമെന്ന് താൻ ഗ്യാരണ്ടി നൽകുന്നു, ഉറപ്പ് നൽകുന്നു എന്നാണ് മോദി പറഞ്ഞത്. അത് അദ്ദേഹത്തിന് ആ വാക്ക് പാലിക്കാൻ എളുപ്പമാണോ? സാറ് ഏജൻസിയുടെ ഭാഗമായിരുന്നോണ്ട് ചോദിക്കും. എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണെന്ന് പറയാൻ പറ്റില്ല. അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടി വരും. പക്ഷെ എങ്കിലും പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. മോദി ഹേ തോ മുംകിൻ ഹേ. മോദി ഉണ്ടെങ്കിൽ നടക്കും. കാരണം അത് വേറെ മോദി വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പറഞ്ഞത്, ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. ഇല്ലായ്മക്കാരൻ്റെ, പട്ടിണിക്കാരൻ്റെ നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു പിടിക്കുക പറഞ്ഞത്. അത് അടിച്ചു മാറ്റിയ കള്ളന്മാരെയൊക്കെ പ്രതിക്കൂട്ടി നിർത്തിക്കഴിഞ്ഞ് അവരുടെയൊക്കെ ഈ ആസ്തികളും ഒക്കെ കണ്ടുകെട്ടി കഴിയുമ്പം കോൺഫിസ്കേറ്റ് ചെയ്യുന്ന ആ തുക ഇവർക്ക് കൊടുക്കാൻ തീരുമാനിക്കാൻ വഴിയൊന്നുമില്ല. ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചെയ്യാൻ പറ്റുമെന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോദി ഹേ
तो मुमकिन है നടക്കും.